എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ENT കൺസൾട്ടൻ്റായ ഡോക്ടർ അഞ്ജന ഉണ്ണികൃഷ്ണൻ. പ്രാണികളാണെങ്കിൽ സാധാരണ രാത്രിയാണ് ഈ ചെവിയിൽ പ്രാണി കയറി വരികയെന്ന്. അപ്പം പെട്ടെന്ന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ചെവിയിലിങ്ങനെ പ്രാണി പോകുമ്പം. ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടോർച്ച് അടിച്ച് നോക്കാം. ചെറിയ പ്രാണികൾ ഇരുട്ടത്താണെങ്കിൽ ഈ ലൈറ്റിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജീവനോടെ പ്രാണി ചെവിയിലുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനെ കൊല്ലുകയാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ വീട്ടിൽ ഇയർ ഡ്രോപ്സ് വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഡ്രോപ്സ് ഒഴിച്ച് ഒരു 10 മിനിറ്റ് തല ചരിച്ച് വെച്ച് നമ്മളൊന്ന് കിടക്കണം. അങ്ങനെ പ്രാണിയുടെ അനക്കം ഒന്ന് നിൽക്കുമ്പോൾ അത് നിശ്ചലമായി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് സാവകാശം ഒന്ന് ആശുപത്രിയിൽ വന്ന് ഇത് ഡോക്ടറെ കൊണ്ട് എടുപ്പിക്കാവുന്നതാണ്. എന്നാൽ പക്ഷേ ചെവിയിൽ പഴുപ്പ് വന്നിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ, ചെവിയിൽ ദ്വാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇയർ ഡ്രോപ്സോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ടോ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കാൻ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വന്ന് ഡോക്ടറിനെ കണ്ട് എടുക്കേണ്ടതാണ് വേണ്ടത്. അതുപോലെയാണ് ബാക്കി മുത്ത് പോയാലും എന്തെങ്കിലും കുട്ടികൾ ചെവിയിലിട്ടാൽ നമ്മളായിട്ട് ഓരോന്നിട്ട് അത് എടുക്കാൻ നോക്കുമ്പോൾ അത് കൂടുതൽ അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പാട പൊട്ടുകയോ അല്ലെങ്കിൽ അകത്തേക്ക് പോയി കർണപടത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട് ഈ പറഞ്ഞ മാതിരി സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഈ ചെവിയിൽ ഒരു തവണ പ്രാണി പോയപ്പോഴേ ഈ സ്പൂണിൽ ഓയിൽ ഒന്ന് ചൂടാക്കിയിട്ട് അത് ഒഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മ. ഇങ്ങനത്തെ നാടൻ രീതികൾ എത്രത്തോളം ഫലപ്രദമാണ്, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടതാണ്? ചൂടാന്ന് പറഞ്ഞാൽ തിളപ്പിക്കല്ല, ഒരു ഈ മെഴുകുതിരിയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു വിളക്കിന്റെ മുകളിൽ പിടിച്ച് ചെറുതായിട്ട് സ്പൂണ് ചൂടാക്കി ആ എണ്ണ ഉണ്ടല്ലോ, അത് would you recommend that? ഈ എണ്ണയും വെള്ളവും ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതുവഴി ഇൻഫെക്ഷൻ, ചെവിയിൽ ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ കൂടുതൽ മധ്യകർണത്തിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കി ചെവിയിലെ പഴുപ്പിനും രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പണ്ടത്തെ ആൾക്കാരിൽ പെട്ടെന്ന് പ്രാണി ഇങ്ങനെ ഉള്ളപ്പോൾ അതിനെ ആദ്യം കൊല്ലാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ശീലമായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിയുന്നതും ഇയർ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ അത് സേഫാണ്. ഡ്രോപ്സ് ഒഴിക്കാൻ ആണ് നമ്മൾ പറയുക.